നമസ്കാരം. ഇന്ന് നമുക്ക് ബീഫ് എങ്ങനെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിലേക്ക് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമേ മഞ്ഞൾ പൊടി 1/4 ടീസ്പൂണാണ് ഇട്ടത്. 1/2 കിലോ ബീഫേ ഉള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് ഗരം മസാല 1.5 ടീസ്പൂൺ. ഇത് സ്വല്പം ഉപ്പാണ് ആവശ്യത്തിന്. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കാരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം. അതിന് പച്ചമുളക് 2 എണ്ണം ചതച്ചനുസരിച്ച് ചോപ്പ് ചെയ്താണ്. 2-3 ചെറിയ കൊച്ചുള്ളി, പിന്നെ ഇച്ചിരി ഇഞ്ചി, ഒരു ഇഞ്ച് കനത്തിന്, അടുത്തെന്താ വെളുത്തുള്ളി, അത്രയും ചോപ്പ് ചെയ്തതാണിത്. ഇതിനെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. ഇറച്ചി വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഒരു 10-15 മിനിറ്റ് ഞാൻ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ച് വെള്ളമില്ലാതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം ഇറച്ചിയുടെ തന്നെ ഇറങ്ങി വരും. ഇനി കുക്കർ അടയ്ക്കുകയാണ്. ഗ്യാസ് കത്തിക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാവുന്നതാണ്. ആദ്യത്തെ ആ ഒരു വിസിൽ വരുന്നിടം വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ പോയി കഴിയുമ്പോൾ അത് സ്ലോയിലാക്കുക. അടുത്ത 2 വിസിൽ സ്ലോയിൽ പൊക്കോട്ടെ. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നേരം മൊത്തം വെച്ചാൽ മതി, 3 വിസിലിനും കൂടെ. എന്നിട്ട് കുക്കർ ആറുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് ഇറച്ചിക്ക് വേവിച്ചിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വിസിലടിപ്പിച്ചുകൊള്ളുക. കാരണം എല്ലാ ഇറച്ചിക്ക് ഒരു വേവല്ല. അതുപോലെ നമ്മൾ വെക്കുന്ന കുക്കറൊക്കെ ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ അങ്ങനെ പ്രഷറിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇറച്ചി വെന്ത് പോയാൽ അത്ര നല്ലതല്ല. അപ്പോൾ അതിൻ്റെ കണക്കിന് വേവിച്ചെടുക്കണം. കുക്കറിലാന്ന് പറഞ്ഞാൽ എല്ലാവരും 10 വിസിലെന്നൊക്കെ പറയും. 10 വിസിലുകൊണ്ട് നമുക്ക് ചോറായിട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന് ആവി വരട്ടെ. വിസിലടിക്കാൻ കാത്തിരിക്കുകയാണ്. വിസിലടിച്ചിട്ട് ഓക്കെ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ കണ്ടീഷൻ നോക്കാം. കുറച്ച് വെള്ളമേ ഉള്ളൂ, ഏറെക്കുറെ പറ്റിയിരിക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുക. തേങ്ങയുടെ വെള്ളം പറ്റിയിട്ട് അത് ശരിക്കൊന്ന് വരണ്ട് വരട്ടെ, കുറച്ച് കളർ മാറട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയാകുമ്പോൾ സിമ്മയിലാക്കി അതിനകത്തോട്ട് ഒരു സവോള അരിഞ്ഞിടുക. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ, അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ അതുവരെ അത് വഴറ്റുക. 2-3 മിനിറ്റൊക്കെ എടുക്കും. കറിക്ക് ഉപ്പ് ഇട്ടത് കുറഞ്ഞു എന്ന് തോന്നിയാൽ ഒരു സ്വല്പം കൂടെ ഈ സമയത്ത് ഇടാവുന്നതാണ്. കുറഞ്ഞെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. അത് കൂടുതൽ ഇടാൻ തോന്നിയാൽ പിന്നെ ഇടരുത്. സവാളയൊക്കെ വരളാനായിട്ട് ഉപ്പിടുന്നത് നല്ലതാണ്. എളുപ്പം വഴന്ന് കിട്ടും. അതിൻ്റെ പ്രത്യേകത. ഇനി ഇതായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു പിടി കരിയാപ്പില ഇടുക. ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു 2-3 നുള്ള കരിയാപ്പില ഇടുക. ഇനി ഇതിലേക്ക് ഈ ഇറച്ചി വെന്ത് വെച്ചിരിക്കുന്നത് കുറഞ്ഞെടുക്കും. എനിക്ക് കൂടുതൽ വെള്ളമൊന്നും കിട്ടിയില്ല. ഞാൻ 10 മിനിറ്റേ വെച്ചുള്ളൂ. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി മസാലയൊക്കെ ഉണ്ട്. ഇത്തിരി തണുത്ത വെള്ളം, തണുത്തെന്ന് ഉദ്ദേശിക്കുന്നത് തിളപ്പിച്ചാർത്ത വെള്ളം, അതിലേക്ക് ഇച്ചിരി പാത്രം കഴുകി ഒഴിക്കുകയാണ്. ഈ കുള്ളിയിലിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കുക. ഇനി ഒന്ന് പാത്രം അടച്ചു വെക്കുക. സ്വല്പ നേരം ഇരിക്കട്ടെ. പുള്ളയിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തൊന്നും മാറരുത്, കരിഞ്ഞൊന്നും പോകരുത്. അതിന് വേണ്ടിയിട്ട് കൂടെ തന്നെ നിന്നോണം. അല്ലെങ്കിൽ ഇത് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടെ നിന്ന് വെള്ളം പറ്റിച്ച് ഇളക്കിയെടുക്കുക. ഇനി അടപ്പ് മാറ്റി നോക്കട്ടെ. പറ്റിയിരിക്കുന്നു.
ചുള്ളയിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി 2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ, നല്ല എരി ആയിക്കോട്ടെ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ എരിയാണ്. അപ്പം നല്ലതായിട്ട് കുരുമുളക് പൊടി ചേർക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക ഇതിലേക്ക്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, പാലിൻ്റെ എടുത്ത് ഉണ്ടാക്കിയതാണ്. ഇനി ഒരു 4-5 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് തീ ഓഫാക്കാം. കാര്യം കഴിഞ്ഞു. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.